നിമിത്തങ്ങൾക്ക് ജ്യോതിഷത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്നാണ് ശ്രീയുടെ പക്ഷം. നിമിത്തങ്ങൾ വെച്ച് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയാത്ത പ്രവചനങ്ങൾ കൂടി കഴിയുമെന്നും തനിക്ക് അനുഭവമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ജ്യോതിഷ സംബന്ധമായിട്ട് ജ്യോതിഷ ശാസ്ത്രം പഠിച്ച് ഫലം പറയുമ്പോൾ ജ്യോതിഷ ശാസ്ത്രം പ്രയോജനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ദൈവികമായിരിക്കുന്ന അനുഗ്രഹത്തോടു കൂടി ചില നിമിത്തങ്ങൾ, അത് ദൈവമായിട്ട് തരുന്നതായിരിക്കുന്ന നിമിത്തങ്ങളും നമ്മൾക്ക് കിട്ടും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജ്യോതിഷം ഒരു വ്യക്തിയുടെ നോക്കിക്കഴിഞ്ഞു, രണ്ടാമത് ആരംഭിക്കുകയാണ്, അവരുടെ വീട്ടിൽ പോയിട്ടാണ് നോക്കുന്ന സമയത്തിൽ ആ വ്യക്തി പറയുകയാണ് എൻ്റെ പ്രശ്നം വയ്ക്കണം, എനിക്ക് എൻ്റെ കാര്യം അറിയണം എന്നുള്ള നോക്കുന്ന സമയത്തിൽ പ്രശ്നം വയ്ക്കുമ്പോൾ തന്നെ ഒരു വിളി കേൾക്കുകയാണ്. അതായത് ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വിളി കേൾക്കുകയാണ്. കേൾക്കുന്ന സമയത്തിൽ നമ്മളുടെ മനസ്സിലെ ധാരണ എന്തോ ഇവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളൊരു ധാരണയാണ് ആദ്യം തന്നെ വന്നത്. പ്രശ്നം വെച്ചപ്പോൾ തന്നെ വ്യാഴൻ, അതായത് ഞങ്ങളുടെ ഗ്രഹനില പ്രകാരം വ്യാഴൻ മറവിലായിരിക്കുന്ന പ്രശ്നമാണ് കിട്ടിയിരിക്കുന്നത്. വ്യാഴനെ കൊണ്ട് സ്വർണത്തിനെയാണ് ചിന്തിക്കുക. അപ്പോൾ ആദ്യം ചോദ്യം തന്നെ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്വർണ്ണ സംബന്ധമായിരിക്കുന്ന എന്തെങ്കിലും കളവ് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യ ചോദ്യം തന്നെ വന്നത്. അപ്പോൾ അവിടെ അവർക്ക് വലിയ രീതിയിലുള്ള അത്ഭുതമായി. കാരണം അവരുടെ കുട്ടിയുടെ സ്വർണ്ണമാല കാണാഞ്ഞിട്ടാണ് അവർ പ്രശ്നം വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് ആദ്യത്തെ ചോദ്യം തന്നെ ഇങ്ങനെ വന്നത് അത് ദൈവികമായിരിക്കുന്ന കഴിവാണ്. കഴിവെന്ന് വെച്ചാൽ നിമിത്താണ്, ഭഗവാൻ തരുന്ന, നമ്മളെ അറിയിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിൽ ജ്യോതിഷ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല വ്യാഴൻ 6 വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗുരുപ്രസാദം മറിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണം കാണാതെ പോയി എന്നുള്ളതായിരിക്കുന്ന ഫലം ഇല്ല. എന്നിരുന്നാൽ കൂടിയിട്ട് ആ സമയത്തിൽ മനസ്സിൽ തോന്നിപ്പിക്കുന്നതായിരിക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള ഒരുപാട് നിമിത്തങ്ങളെ കൊണ്ടുള്ളതായിരിക്കുന്ന ഫലങ്ങളിൽ വ്യത്യാസം ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലമായിരിക്കുന്ന അപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങൾ മനസ്സിലാക്കിയിട്ടും ഒരു ജ്യോതിഷം ഫലം പറയേണ്ടതായിട്ടുണ്ട്. ശ്രീയുടെ പ്രോത്സാഹനവും ധൈര്യവും അനുഗ്രഹവും ഇന്ന് അമ്മയാണ്. ഇതാണ് എൻ്റെ അമ്മ, അരുണകുമാരി എന്നാണ് പേര്. അടുത്തുള്ള അംഗനവാടിയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. 12 വർഷത്തോളമായി ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെങ്ങള്. എൻ്റെ പേര് പ്രിയങ്ക. ഞാൻ BSc IT 3rd സെം പഠിക്കുന്നു. എലവഞ്ചേരിയിലാണ് പഠിക്കുന്നത്. ഇനിയൊരു മൂത്ത പെങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹം ഭർത്താവിൻ്റെ വീട്ടിലാണ്, കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. BEd കഴിഞ്ഞ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ മകൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് എൻ്റെ മകനെ തിരിച്ചതാണ്. ഞാനും എൻ്റെ ഭർത്താവ് കൂടെ എടുത്ത തീരുമാനമാണ്. പക്ഷെ ഇത് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഇല്ലാണ്ട് പോയി. അതിന് മാത്രമേ വിഷമമുള്ളൂ. എൻ്റെ മകൻ്റെ ഉയർച്ച കാണാൻ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. അതിൽ മാത്രം ഞങ്ങൾക്ക് സങ്കടമുള്ളൂ. എൻ്റെ മകൻ ഉയർന്നുകൊണ്ടേ ഇരിക്കട്ടെ, അത്രമാത്രം ആശംസിച്ചുകൊള്ളുന്നു. എൻ്റെ മകൻ എന്നെന്നും നന്നായി ഈ ഫീൽഡിൽ നന്നായി ഉയർന്നു വരെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 4 വർഷമായി ശ്രീവാസ്തവ ആലത്തൂരിൽ തൻ്റെ സേവനം തുടങ്ങിയിട്ട് ഇതിനകം തന്നെ വളരെ വലിയൊരു സമൂഹത്തിൻ്റെ വിശ്വാസം ആർജിക്കാൻ ഈ ചെറുപ്പക്കാരന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് വലിയൊരു കാരണം ജ്യോതിഷ പഠനവും ഈശ്വര സേവയും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹവും തന്നെയാണെന്ന് ശ്രീ സമ്മതിക്കുന്നു. വളരെ വലിയ ജ്യോതിഷികൾക്ക് മാത്രം നേതൃത്വം നൽകാൻ കഴിയുന്ന അഷ്ടമംഗല്യ പ്രശ്നം നടത്താൻ കഴിയുന്ന തരത്തിൽ അറിവും പാണ്ഡിത്യവും ആർജിക്കണമെന്നാണ് ശ്രീയുടെ ലക്ഷ്യം. അതിനുള്ള സാധനയിലാണ് ശ്രീ. വിശ്വാസ സമൂഹത്തിന് നന്മയും നിർവഴിയും കാണിക്കാൻ നക്ഷത്ര ദൈവങ്ങൾ ഉത്സാഹിയായി ചെറുപ്പക്കാരനെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ജീവിതത്തിലെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുമ്പോൾ അഷ്ടമംഗല്യ പ്രശ്നത്തിന് നേതൃത്വം കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലുതായിരിക്കുന്ന ജീവിത സാഫല്യം, ജീവിത ആഗ്രഹമായിട്ട് കണക്കാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിത്യവും നല്ല രീതിയിൽ കഴിയുന്ന പ്രകാരം ജ്യോതിഷം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ദൈവപ്രശ്നം എന്നുള്ളതായിരിക്കുന്ന പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അതോടുകൂടി നിർത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. വീണ്ടും എത്രത്തോളം ജ്യോതിഷത്തിൽ അറിവ് സമ്പാദിക്കാൻ പറ്റുമോ അത്രത്തോളം അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നല്ല രീതിയിൽ ജ്യോതിഷം അഭ്യസിച്ച് നല്ല രീതിയിലുള്ളതായിരിക്കുന്ന ഗുണാനുഭവങ്ങൾ എല്ലാവർക്കും വരുത്തണം എന്നുള്ളതായിരിക്കുന്ന ഒരു ആഗ്രഹം നിലനിൽക്കുന്നുണ്ട്. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനീശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാഭാ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യാ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡലാം
ചമ്പകാശോകപുന്നാഗാ സൗഗന്ധികലസൽക്കജാം കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിതാം. ക്ഷേത്രാചാരത്തിനെ സംബന്ധിച്ച് ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അതിൽ പോകുന്നത് എന്നും എന്താണ് അതിന്റെ ഉദ്ദേശം, ആ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ട ആചാര മര്യാദകൾ എന്നുള്ളതിനെ കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കി ജ്യോതിഷരത്നത്തിലേക്ക് അയക്കാം എന്നുള്ളൊരു തീരുമാനമുണ്ട്. ഭക്തിയോടുകൂടി ഒരു 10 മിനിറ്റ് നേരമെങ്കിലും, ബാക്കിയുള്ള 23 മണിക്കൂറും 50 മിനിറ്റും നിങ്ങളുടെ കയ്യിലാണ്, അതിലുള്ള വരുന്ന ബാക്കി 10 മിനിറ്റ് നേരമെങ്കിലും മനസ്സുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുന്നത് മനസ്സിന് ലാഘവം നൽകും. എത്ര ഗുരുതരായിരിക്കുന്ന പ്രശ്നമാണെങ്കിലും 10 മിനിറ്റ് നമ്മൾക്ക് മനസ്സിന് വേണ്ടിയിട്ട് ജീവിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക് ചെയ്യും. ദൈവജ്ഞ ലക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജ്യോത്സ്യന് വേണ്ട ഗുണഗണങ്ങൾ: ജ്യോതിശാസ്ത്ര വിദഗ്ധോ ഗണിത പടുർ വൃത്തവാംശ്ച സത്യവചാഹ എന്നും, അതായത് ജ്യോതിശാസ്ത്രത്തിലെ വൈദഗ്ധ്യം ഉണ്ടാകണമെന്നും, ഗണിത പടു എന്ന് വെച്ചാൽ ഗണിതത്തിൽ നല്ല അറിവും, ദശഭേദം ഗ്രഹഗണിതം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, ഗ്രഹഗണിതത്തെ അറിയുന്ന വ്യക്തിയായിട്ടും, വൃത്തവാംശ്ച സത്യവചാഹ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, സത്യം മാത്രം പറയുന്ന വ്യക്തിയായിട്ടും, വിനയി വേദാധ്യായി ഗ്രഹയജന പടുശ്ച ഭവതു ദൈവജ്ഞ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്.